ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജൂസ് കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ വെറൈറ്റി ആയിട്ടുള്ള, അതുപോലെ നല്ല ഹെൽത്തിയും അതുപോലെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പാലക് റൈസാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത്. കുട്ടികൾക്ക് അതുപോലെ ഓഫീസിലൊക്കെ പോകുന്നവർക്കുമൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്നതും അതുപോലെ ഗസ്റ്റൊക്കെ വന്നാലൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്നതായിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ ഒരു റൈസ് ഇഷ്ടപ്പെടും. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ പാലക്ക് ഇല ഒരു 300 ഗ്രാം പാലക്കാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനൊരു കുക്കറിൽ ആണ് ഇത് വേവിക്കാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പാലക്ക് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന നമുക്ക് ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഒരു വിസ്താരമുള്ള പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും അതുപോലെ 2 ടീസ്പൂൺ ഓയിലും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തിന്നായിട്ട് നമ്മൾ വളരെ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവോള, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്ത 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക് നടുവേ പിളർത്തിയത്, ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരേക്കും നമ്മൾക്കിത് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മളുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് കളറായി വന്നു തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാല നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാലക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 300 ഗ്രാം പാലക്ക് ഉണ്ടാവും ഇത്. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് നമ്മൾക്കിതൊരു 2 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് വെള്ളമെല്ലാം ഒന്ന് വറ്റി ഒന്ന് തിക്കായിട്ട് വരണം. ഇപ്പം നമ്മളുടെ പാലക്ക് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് തൈരാണ്. ഞാനൊരു 1/2 കപ്പ് തൈര് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് പാലകുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിലേക്ക് നമ്മൾക്ക് ഒരു അല്പം ഷുഗർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൈസിന് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊരു നല്ലൊരു ടിപ്പാണ്. കുറച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കൊരു 4-5 മിനിറ്റ് സമയം ചെറിയ തീയിൽ അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഒരു 4-5 മിനിറ്റ് സമയം നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്.
അതുപോലെ ഗ്രേവിയൊക്കെ ആയാലും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മളുടെ ഗ്രേവി കിട്ടുവാനായിട്ട്. അപ്പം നമ്മുടെ പാലൊക്കെ ഇതുപോലെ നന്നായിട്ട് കുക്ക് ചെയ്ത് നല്ലതായിട്ട് ഇതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ റൈസ് ഇതിലേക്ക് ചേർക്കുവാനായിട്ട് പാടുള്ളൂ. അങ്ങനെ ശ്രദ്ധിച്ചാൽ നമ്മുടെ റൈസിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഇനി നമ്മൾക്ക് റൈസ് കുക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ തലശ്ശേരി ബിരിയാണിയൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന ആ റൈസാണ്. ഇപ്പം ഞാൻ ഇത് കുക്കറിലാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ റൈസ് എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് ആ രീതിയിൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഒരു അല്പം ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് നെയ്യും കൂടെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിനാണ് റൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ റൈസ് എടുക്കുന്നത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കൂടി പോകാനായിട്ട് പാടില്ല. ഇപ്പം ഞാൻ ഇതിന് 1.5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് റൈസിന് 1.25 കപ്പ് വെള്ളം, ആ കണക്കിനാണ് നമ്മൾ എടുക്കുന്നത്. അല്ല, നിങ്ങൾ വെള്ളം വാർത്തെടുക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നല്ല പറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഈ രീതിയിൽ 1 കപ്പിന് 1.25 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒറ്റ വിസിൽ വന്നാൽ മാത്രം മതിയാവും. നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ പാലക്കിൻ്റെ ഗ്രേവിയും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ റൈസ് വെന്ത് കഴിഞ്ഞാൽ അത് തുറന്ന് വെച്ച് കുറച്ച് 2 മിനിറ്റ് സമയം അതിൻ്റെ ആവിയെല്ലാം നന്നായിട്ട് പോയതിന് ശേഷം മാത്രം പാലക്കുമായിട്ട് മിക്സ് ചെയ്യുക. കുറേശ്ശെയായിട്ട് റൈസ് ചേർത്ത് കൊടുത്ത് നമുക്ക് പാലക്കുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള റൈസും നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് പാലക്കുമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ചെറിയൊരു നനവുണ്ടെങ്കിൽ തന്നെ നമ്മളിത് 1-2 മിനിറ്റ് സമയം ഇത് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ വെള്ളം നനവെല്ലാം നന്നായിട്ട് മാറി കിട്ടിക്കോളും. ഇപ്പം നമ്മളുടെ പാലക് റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസാണിത്. അപ്പോൾ ചെറിയ ഈ ഒരു ടിപ്പൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ റൈസിന് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും. ഇപ്പം കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനൊക്കെ വളരെ പറ്റിയൊരു റൈസാണ്. നമ്മൾക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പം നമ്മൾ മക്കൾക്കൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. മാത്രമല്ല ഓഫീസിലൊക്കെ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ആയാലും ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു റൈസാണ്. അതുപോലെ നമ്മൾ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിലും ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രമിക്കുക.
ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഓർക്കുമല്ലോ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.